ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മകളെ, നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നാണ് പാരിഭാഷിക് ശബ്ദാവലി അഥവാ മഞ്ചിൽ കി ഓർ എന്നാണ് പാഠത്തിന്റെ പേര്. പാരിഭാഷിക് ശബ്ദാവലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? സഹി മിലാൻ കരെ. 8 മാർക്കിന്റെ ചോദ്യമാണ് വരിക. സഹി മിലാൻ കരെ. കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും കുറച്ച് ഹിന്ദി വാക്കുകളും തരും. എന്നിട്ട് ഓരോന്നും ജോഡി ഏതാണെന്ന് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. 8 മാർക്കാണ് വരുന്നത്. അങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് ഉറപ്പായും വരുന്ന ചോദ്യമാണ്. ഉറപ്പായും വരുന്നതാണ്. 8 മാർക്കിന്റെ ചോദ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. നോക്കൂ, അതായത് നമ്മൾ നോക്കൂ, ആറ്റം എന്ന് പറഞ്ഞാൽ പരമാണുവാണ്. ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ബീജഗണിതാണ്. ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ജൈവ രസായനാണ്. കോമേഴ്സ് എന്ന് പറഞ്ഞാൽ വാണിജ്യം എന്നാണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷൺ എന്നാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഭൗതികി എന്നാണ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമാജ വിജ്ഞാനാണ്. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ പേശങ്കി എന്നാണ് പറയുക. അഫിഡവിറ്റിന് നമ്മൾ ശബദ പത്ര എന്നാണ് പറയാം. ആൾജിബ്ര എന്നുള്ളതിന് ബീജഗണിതം എന്നാണ് പറയാ. വാക്സിനേഷന് നമ്മൾ ടിക്കാകരൻ എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം. കൂടാതെ നമ്മൾ ബാക്ടീരിയ എന്നുള്ളതിന് ജീവാണു എന്ന് പറയും. ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതിന് ജൈവ വിവിധത എന്ന് പറയും. ബൊറോവർ എന്നുള്ളതിന് ഉദാരകർത്ത എന്ന് പറയും. സർട്ടിഫിക്കറ്റ് എന്നുള്ളതിന് പ്രമാൺ പത്ര എന്ന് പറയും. സെസ് എന്നുള്ളതിന് ഉപകർ എന്ന് പറയും. കെമിസ്ട്രി എന്നുള്ളതിന് രസായൻ വിജ്ഞാൻ എന്ന് പറയും. ഡിസ്കൗണ്ട് എന്നുള്ളതിന് ബട്ട എന്ന് പറയും. എനർജി എന്നുള്ളതിന് ഊർജ എന്ന് പറയും. കോപ്പിറൈറ്റ് എന്നുള്ളതിന് സർവാധികാർ എന്ന് പറയും. ഇക്കോളജി എന്നുള്ളതിന് പാരിസ്ഥിതികി എന്ന് പറയും. അൾട്രാ വയലറ്റ് എന്നുള്ളതിന് പാരാഭയങ്കരി എന്ന് പറയും. വൈറസ് എന്നുള്ളതിന് വിഷാണു എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കൂടാതെ നമ്മൾ പഠിക്കേണ്ടത് ഇതും കൂടിയാണ്. എന്നാൽ നമുക്ക് 8 മാർക്ക് സെറ്റാണ്. അതായത് ജോഗ്രഫി എന്നുള്ളതിന് നമ്മൾ ഭൂഗോൾ എന്ന് പറയും. ജിയോമെട്രി എന്നുള്ളതിന് രേഖാഗണിതം എന്ന് പറയും. പാറ്റേൺ എന്നുള്ളതിന് പ്രതിമാൻ എന്ന് പറയും. ഫിസിക്സ് എന്നുള്ളതിന് നമ്മൾ ഭൗതികി എന്ന് പറയും. പേഴ്സൻ്റ് എന്നുള്ളതിന് പ്രതിശതം എന്ന് പറയും. ഹ്യൂമാനിറ്റീസ് എന്നുള്ളതിന് മാനവികി എന്നാണ് പറയുന്നത്. റേഷ്യോയ്ക്ക് നമ്മൾ അനുപാതം എന്നാണ് പറയുന്നത്. റേഡിയേഷന് നമ്മൾ വികിരൺ എന്നാണ് പറയുന്നത്. സാറ്റലൈറ്റിന് നമ്മൾ പറയുന്നത് ഉപഗ്രഹം എന്നാണ്. സ്റ്റാറ്റിസ്റ്റിക്സിന് നമ്മൾ പറയുന്നത് സാംഖ്യനിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8 മാർക്ക് ഉറപ്പാണ്. ഇത് നിർബന്ധമായും പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ പരീക്ഷ ഹാളിലേക്ക് പോകൂ. ഒരു കാരണവശാലും നമുക്ക് ഈ 8 മാർക്ക് നഷ്ടമാകാൻ പാടില്ല. ഓക്കെ. ഇനി കൂടാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ മെഗാ മാരത്തോൺ ലൈവിൽ നിന്നും വൈകുന്നേരം പറയുന്നുണ്ട്. എല്ലാവരും കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക. നമുക്ക് ഗംഭീരമായി പഠിച്ചിട്ട് ഫുൾ മാർക്ക് സ്വന്തമാക്കാം. ഓക്കെ.